പൂജ എല്ലാവർക്കും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളുണ്ടോ? ഇപ്പം നോൺ വെജ് കഴിക്കരുതെന്നോ, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് നോൺ വെജ് കഴിക്കുന്നവരൊരിക്കലും പൂജ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു... ഈ ആയുർവേദം ഒരു ശാസ്ത്രമാണ്. അതുപോലെ ധനുശാസ്ത്രമുണ്ട്, കെമിസ്ട്രി, ആൽക്കമി ഉണ്ട്, ധാരാളം. ഇതൊക്കെ ഫിലോസഫിയാണ്. ഭാരതം ഫിലോസഫിയെ സൂക്ഷിച്ചത് ഒന്ന് പദ്ധതികളായിട്ടാണ്, മറ്റൊന്ന് പുരാണങ്ങളായിട്ടാണ്. ഇത് രണ്ടും ഫിലോസഫിയെ അത് മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടൂ. ഈ പുരാണങ്ങൾ, കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, അവരത് കേൾക്കും, അത് കൈമാറ്റം ചെയ്യും. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷം മുമ്പുണ്ടായ ഭാരതവും പിന്നെ രാമായണമൊക്കെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് അതിനൊരു പുരാണത്തിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ടാണ്. ഒരു പക്ഷേ രാമായണവും മഹാഭാരതവും ഒന്നും ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഇവിടെ ഉപനിഷത്തുക്കളും വേദമൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? കുറച്ച് ആൾക്കാർ പഠിക്കുന്നത് കോപ്പി ചെയ്യാണ്, അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എയ്പ്പാണ്, എല്ലാവരും കോപ്പി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ രണ്ട് രീതിയിലാണ്. ഇതൊരു ശാസ്ത്രശാഖയാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രശാഖ പഠിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഭക്ഷണമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഭക്ഷണം തികച്ചും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അത് മാത്രമല്ല, കേരളത്തിലൊക്കെ ശക്തമായി നിലനിന്നിരുന്ന ഒരു ക്രമം ശാക്തേയ സമ്പ്രദായം എന്ന് പറയും. ഒരു ഭുവനേശ്വരീനെ എല്ലാ തറവാടുകളിലും മച്ചിൽ 99% കേരളത്തിലെ കുടുംബങ്ങളിലും മച്ചിൽ ഭഗവതി എന്ന് പറഞ്ഞ് ഭുവനേശ്വരി ആരാധിച്ചിരുന്നു. ആ ശാക്തേയത്തിലെ ഭഗവതി എന്ന് പറയുന്നത് ഭുവനേശ്വരിയാണ്. ആ ഭുവനേശ്വരി മദ്യവും മാംസവും ഉപയോഗിച്ച് ചെയ്യുന്ന പൂജയാണ്, പഞ്ചമകാരങ്ങളെ കൊണ്ടുള്ള പൂജയാണ്. അപ്പോൾ കേരളത്തിൽ വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം മാത്രമാണ് സസ്യാഹാരമാണ് ദേവതയ്ക്ക് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗുരുദേവൻ്റെ ദൈവചിന്തനത്തിൽ ദേവതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള ദേവതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ധാരാളം തരത്തിലുള്ള ദേവതകളുണ്ട്. മത്സ്യം കഴിക്കുന്ന, മാംസം കഴിക്കുന്ന, രക്തം കുടിക്കുന്ന, ഇതൊക്കെ ദേവതകളാണ്. അതുകൊണ്ട് അങ്ങനെ ദേവതയ്ക്ക് മാംസം കഴിക്കാമെങ്കിൽ അത് ഉപാസിക്കുന്ന ആൾക്കും കഴിക്കാമല്ലോ. നിങ്ങളൊരു ആധ്യാത്മിക പഠനം അല്ലെങ്കിൽ തന്ത്രം വേദമൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഭക്ഷണ സംസ്കാരമുള്ള ആളാവണം എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ചില പരമ്പരകൾ, ചില ഗുരുക്കന്മാർ അവരവരെ ശിഷ്യന്മാരോട് പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അത് അവരുടെ ഒരു മനസ്സിലാക്കലായിരിക്കാം. ഒരുപക്ഷെ സസ്യാഹാരമാണ് മനുഷ്യന് നല്ലത് എന്നൊക്കെയുള്ള അവരുടെ ചിന്തയായിരിക്കാം. അങ്ങനെ കോമൺ ആയിട്ടൊരു ചിന്തയല്ല. കാരണം മനുഷ്യൻ അനാദികാലം മുതൽ, ശിലായുഗം മുതൽ മനുഷ്യൻ മാംസാഹാരം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് മാംസാഹാരം കഴിക്കുന്ന ഒരാൾക്ക് പൂജയ്ക്ക് അവകാശമില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല.